ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് ബിരിയാണിക്കൊപ്പം സെർവ് ചെയ്യുന്ന 3 തരം സിമ്പിൾ സൈഡ് സാലഡ്സ്. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. എന്നാലും കുറച്ച് പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി സാലഡ്സ്. അപ്പോൾ ഇവിടെ 3 ടൈപ്പാണ്. നമ്മളെന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ബിരിയാണി സെർവ് ചെയ്യുമ്പോൾ സാധാരണ 3 ടൈപ്പ് സാലഡും സെർവ് ചെയ്യും. അപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കുന്നത് നല്ല ബിരിയാണിക്ക് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള റൈത്ത സാലഡ്. പലരും ഇതിനെ കച്ചുംബർ എന്നും വിളിക്കും. അപ്പോൾ ഇതിൽ തൈര്, സവാള, ടൊമാറ്റോസാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. രണ്ടാമത് നമ്മൾ ഉണ്ടാക്കുന്നത് സിമ്പിൾ ഉള്ളി സാലഡ്, സുർക്കൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത്. ഇതിന് ചള്ളാസ് എന്നും പറയും. പിന്നെ ഉണ്ടാക്കുന്നത് ഗ്രീൻ ചട്നി. അപ്പോൾ ഇത് പുതിന വെച്ചിട്ടുണ്ടാക്കാം, മല്ലിയില വെച്ചിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടും ഉണ്ടാക്കാൻ പറ്റും. അതും ബിരിയാണിക്കൊപ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ 3 സാലഡും കുറച്ച് പപ്പടവും അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ? അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ചള്ളാസ് അല്ലെങ്കിൽ വിനിഗർ ഉള്ളി സാലഡാണ്. അതിനു വേണ്ടി 3 വലിയ സവാള വേണം. അപ്പോൾ സവാള നമുക്ക് ഇനിയൊന്ന് സ്ലൈസ് ചെയ്യണം. അപ്പോൾ ഈ ചള്ളാസ് ഉള്ളി സാലഡിന് വേണ്ടിയിട്ട് വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്യണം. ആദ്യം നമുക്ക് ഈ സവാളയുടെ ഞെട്ടിയൊക്കെ കളയണം. ഞെട്ടി കളയാണ്ട് സാലഡ് ഉണ്ടാക്കരുത്. അപ്പോൾ തിന്നായിട്ട്, വളരെ തിന്നായിട്ട് നമുക്ക് കൈകൊണ്ട് അത്ര നന്നായിട്ട് സ്ലൈസ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഇതുപോലെ ഒരു മാൻഡലിൻ സ്ലൈസറിൻ്റെ ആവശ്യമുണ്ട് ചള്ളാസിന് പ്രത്യേകിച്ചും. അപ്പോൾ ഈ സവാള ഈ മാൻഡലിൻ സ്ലൈസർ ഉപയോഗിച്ച് നന്നായിട്ട് തിന്നായിട്ട് പേപ്പർ തിൻ ആയിട്ടാണ് നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ? കണ്ടില്ലേ? ഓൾമോസ്റ്റ് ട്രാൻസ്പെറൻ്റ് ആണ്. ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ ചള്ളാസ് സാലഡിന് സവാള ആവശ്യം. അപ്പോൾ 3 സവാള ഇതേപോലെ നമുക്ക് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടി ഇനി ആവശ്യമുള്ളത് പച്ചമുളക്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപയോഗിക്കാം. പക്ഷേ റൈത്ത അല്ലെങ്കിൽ ഇങ്ങനത്തെ സാലഡിന് എപ്പോഴും നല്ലൊരു മണമുള്ള നല്ല ഫ്രഷ് പച്ചമുളകായിരിക്കണം. കുറച്ച് വാടിയ പച്ചമുളകൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ വലിയൊരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നല്ലൊരു മണമുണ്ട്, ചെറിയൊരു എരിവുള്ളൂ. അതുപോലെ വളരെ കുറച്ച് കറിവേപ്പില, ഒരു 5 എണ്ണമൊക്കെ മതിയാവും. അപ്പോൾ ചള്ളാസിന് തൈരല്ല ചേർക്കുന്നത്, സുർക്കയാണ്, വിനിഗർ. അതിനു വേണ്ടി 6 ടേബിൾ സ്പൂൺ വിനിഗർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒപ്പം ഒരു 10 മുതൽ 12 ടേബിൾ സ്പൂൺ വരെ വെള്ളം. ഇതിൽ കൂടുതൽ ഒഴിക്കണ്ട. അപ്പോൾ മെഷറിംഗ് സ്പൂൺസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വിനിഗറും വെള്ളവും ചേർത്ത് കൊടുത്തു. ഇനി ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ചള്ളാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി കൈ കൊണ്ട് നന്നായിട്ട് ഇതൊന്നും ഇങ്ങനെ കൂട്ടി തിരുമ്പി കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് വെള്ളം കൂടുതൽ പാടില്ല. ഈ സവാളയിൽ നിന്ന് ഇനിയും വെള്ളം ഇറങ്ങി വരും. കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്പി ഇത് കുറച്ച് നേരം മാറ്റി വെക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ മുമ്പ് ഇതൊന്ന് ഇതുപോലെ തിരുമ്പി മാറ്റി വെക്കണം. അപ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ആ സവാളയുടെ ഒക്കെ കളർ നല്ല ബ്രൈറ്റും നല്ല പിങ്കായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സാലഡ് നോക്കാം. അടുത്ത റൈത്ത സാലഡ് അല്ലെങ്കിൽ കച്ചുംബർ. ഇതിനു വേണ്ടി വീണ്ടും നമ്മളൊരു 3 സവാള എടുക്കുന്നുണ്ട്. സവാള സ്ലൈസ് ചെയ്യാം. ഇടത്തരം സവാള എടുക്കുന്നത്, ഞെട്ടിയൊക്കെ കളയണം. ഇതിന് മാൻഡലിൻ സ്ലൈസർ വേണ്ട, അത്ര കനം കുറച്ച് സ്ലൈസ് ചെയ്യണ്ട. എന്നാലും കത്തി കൊണ്ട് പറ്റണ അത്രയും തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് പച്ചമുളകാണ്. പച്ചമുളക് നേരത്തേതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. പക്ഷേ ചള്ളാസിൽ ചേർക്കുന്നേക്കാളും കൂടുതലാണ് ഈ സാലഡിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതുപോലെ ചെറിയ റൗണ്ടായിട്ട് സ്ലൈസ് ചെയ്താണ് ചേർക്കുന്നത്. ഇനി ടൊമാറ്റോ. അപ്പോൾ ഇതുപോലത്തെ തൈര് സാലഡിൽ ടൊമാറ്റോ ചേർക്കുമ്പോൾ ഒരിക്കലും കൂടിപ്പോകരുത്. ഇപ്പോൾ 3 സവാള ആണെങ്കിൽ ഇവിടെ ഒരു വലിയ ടൊമാറ്റോ, അല്ലെങ്കിൽ ഈ ടൊമാറ്റോ അത്ര വലുതല്ല, അതുകൊണ്ട് ഒരു 1.5 ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ നല്ല ചെറുതായിട്ട് ഇതുപോലെ ഡൈസ് ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇതുപോലത്തെ തൈര് സാലഡിൽ ഒരിക്കലും സവാളയുടെ ഒപ്പം അളവിൽ തക്കാളി എടുക്കരുത്, കുറച്ച് കുറവായിരിക്കണം. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി ചിലരുണ്ട് അവർക്ക് ഈ സാലഡിൽ കുറച്ച് ഗ്രേറ്റഡ് ക്യാരറ്റ്, കുറച്ച് കുക്കുംബർ സ്ലൈസ് ചെയ്തത് ഒക്കെ ചേർക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ശരിക്കുള്ള ഒറിജിനൽ നമ്മുടെ കച്ചംബർ സാലഡിൽ ഇതൊന്നുമില്ല. സവാള, തക്കാളി, പച്ചമുളക്, തൈര് ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഈ സാലഡ് ഞാൻ ഒരുപാട് ഉണ്ടാക്കാറുണ്ട്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടാറുണ്ട്. എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്നറിയോ ചെയ്യണത്, 2 തരം തൈര് യൂസ് ചെയ്യും.
ഒരെണ്ണം നല്ല കട്ടി കുറച്ച് പുളിപ്പുള്ള വീട്ടിൽ ഉണ്ടാക്കിയ തൈരുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു 5 വലിയ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്, നല്ല ഹീപ്ഡ് ടേബിൾ സ്പൂൺ. ഇനി അടുത്ത തൈര് നമ്മൾ ചേർക്കുന്നത് സാധാരണ സെറ്റ് യോഗട്ട് സൂപ്പർ മാർക്കറ്റിൽ എല്ലായിടത്തും കിട്ടുന്നത്. അത് കുറച്ചും കൂടി ലൂസായിരിക്കും, ഇത്രയും കട്ടി ഉണ്ടാവില്ല, പിന്നെ ഇത് അത്രയും പുളിയില്ല. അപ്പോൾ ഈ 2 ടൈപ്പ് തൈര് ഇങ്ങനെ ചേർന്ന് ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും നല്ല റിസൾട്ട്സ് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം. അപ്പോൾ ഇതും ഒരു 4 ടേബിൾ സ്പൂൺ, വലിയ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി തൈരൊക്കെ ചേർക്കാൻ തോന്നും. അപ്പോൾ ആ ലൂസായിട്ടുള്ള തൈരാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യം പോലെ ഒരു 2 സ്പൂണോളം പിന്നെയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് വെള്ളം, ഇത് ഒന്ന് ലൂസാക്കാൻ. അപ്പോൾ ഇത് ഒരുപാട് കനം കുറയരുത്. കട്ടി തൈരിൽ കിടക്കുന്ന സാലഡാണ് എപ്പോഴും നല്ല ബർക്കത്തുള്ളത്. അപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ഒരു തിക്നെസ്. അപ്പോൾ പുളിയുള്ള കട്ടി തൈരും ഒരുപാട് പുളിയില്ലാത്ത തൈരും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ സാലഡും കൂട്ടി തന്നെ കഴിക്കാൻ പറ്റും, നല്ല നെയ്ച്ചോറ് ബിരിയാണി ചോറൊക്കെ ആണെങ്കിൽ. പിന്നെ ഇതിൽ ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കുരുമുളക് ഒരുപാട് ആവരുത്, അറിയാനും കൂടി പാടില്ല ഇതിൽ കുരുമുളക് ഇട്ടിട്ടുണ്ട്. എന്നാലും കുറച്ച് കുരുമുളക് ഇടുമ്പോൾ അതിൻ്റെ ആ ഫ്ലേവേഴ്സൊക്കെ ഒന്നും കൂടി നന്നായിട്ട് പൊന്തി നിൽക്കും, നല്ല ടേസ്റ്റാണ്. പിന്നെ ഏറ്റവും അവസാനം കുറച്ച് മല്ലിയില നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മാറ്റി വയ്ക്കാം ബിരിയാണി റെഡി ആവണ വരെ. അപ്പോൾ ഇവിടെ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് കുറച്ചിങ്ങനെ കുത്തി മിക്സ് ചെയ്യണം. അപ്പോൾ ആ സവാളയും ടൊമാറ്റോസിൻ്റെ ഒക്കെ ജ്യൂസ് ഇങ്ങനെ ഇറങ്ങി വരും, ഫ്ലേവർ കൂടും. പച്ചമുളകിൻ്റെ ആയാലും കുറച്ച് ആ ജ്യൂസസ് ഇറങ്ങുമ്പോഴാണ് ഈ കച്ചമ്പർ സാലഡിന് നല്ല ടേസ്റ്റ് വരുന്നത്, നല്ല രുചി വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് മൂടി വയ്ക്കാം, മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി അടുത്ത് ഉണ്ടാക്കുന്നത് ബിരിയാണി ചമ്മന്തി അല്ലെങ്കിൽ ഗ്രീൻ ചട്നി. ബിരിയാണി ചമ്മന്തി കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റുള്ള സാധനമാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമാവും. എപ്പോഴും റൈത്ത സാലഡ് മാത്രം ഉണ്ടാക്കുന്നതിന് പകരം ഇടയ്ക്ക് ഈ ഗ്രീൻ ചട്നി ബിരിയാണി ചമ്മന്തിയും കൂടി ഉണ്ടാക്കി നോക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിനു വേണ്ടി 1/4 കപ്പ് ചിരകിയ തേങ്ങ, അതിൻ്റെ ഒപ്പം 1/4 കപ്പ് തന്നെ ഒന്നില്ലെങ്കിൽ പുതിന അല്ലെങ്കിൽ മല്ലിയില. അപ്പോൾ ഏതായാലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഒന്നില്ലെങ്കിൽ മല്ലിയില ചമ്മന്തി അല്ലെങ്കിൽ പുതിന ചമ്മന്തിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഈ വീഡിയോയിൽ ഇപ്പോൾ മല്ലിയില ചമ്മന്തിയാണ് കാണിക്കുന്നത്. അപ്പോൾ തേങ്ങ ചിരിയതിൻ്റെ അതേ അളവിൽ തന്നെ വേണം ഇലകൾ എടുക്കാൻ, പുതിന ആയാലും മല്ലിയില ആയാലും. അപ്പോൾ 1/4 കപ്പ് തേങ്ങ ചിരിയതിനാണെങ്കിൽ 1/4 കപ്പ് മല്ലിയില അല്ലെങ്കിൽ 1/4 കപ്പ് പുതിന ഇല. അപ്പോൾ എന്നിട്ട് പുതിന ഇലയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒപ്പം ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ചേർക്കാം. അതുപോലെ തന്നെ മല്ലിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒപ്പം ഒരു 2 ടേബിൾ സ്പൂൺ പുതിന ഇല. അതാണ് നല്ലൊരു കോമ്പിനേഷൻ. അതിൻ്റെ കൂടെ ഒരു ചെറിയ പച്ചമുളക്, നല്ല എരിവുള്ളത് ഒരു ചെറിയ ഉള്ളി, പിന്നെ വേണമെങ്കിൽ വളരെ ചെറിയൊരു അല്ലി വെളുത്തുള്ളി ചേർക്കാം, നിർബന്ധമില്ല. ഇതെല്ലാം കൂടി ചേർത്ത് മിക്സി ജാറിൽ ഒന്ന് കറക്കുകയാണ് ചെയ്യണത്. ഒരുപാട് നേരം മിക്സ് ചെയ്യേണ്ട, ഒരുപാട് ഫൈനായി പേസ്റ്റായി പോകേണ്ട ആവശ്യമില്ല. ഒരു തരിതരിപ്പോടുകൂടി ഇതുപോലെ ആണ് ചമ്മന്തി അരയ്ക്കുന്നത്. എന്നിട്ട് കുറച്ച് തൈര്, ഒരു നനവിന് മാത്രം ഒരു വലിയ ടേബിൾ സ്പൂണോളം മതിയാവും, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പ്രാവശ്യം കൂടി അടിച്ചാൽ മതി. കണ്ടില്ലേ, ഈ നല്ല തേങ്ങാ ചമ്മന്തിയുടെ ആ ടെക്സ്ചർ തന്നെ നിൽക്കണം, ഒരുപാട് ഫൈനായി പോകരുത്. എന്നിട്ട് അവസാനം കുറച്ച് ഉപ്പും നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കൂടി ചേർക്കുമ്പോഴാണ് ആ നല്ല ടേസ്റ്റ് അങ്ങോട്ട് കിട്ടുന്നത്. അങ്ങനെ ബിരിയാണിക്കൊപ്പം സെർവ് ചെയ്യാൻ പറ്റിയ 3 സൈഡ് സാലഡ്സ് നമ്മൾ ഉണ്ടാക്കി. ചള്ളാസ്, കച്ചമ്പറും ബിരിയാണി ചമ്മന്തിയും. അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അടുത്ത പ്രാവശ്യം ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.